ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാസിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. നാസിസ്റ്റുമായി ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നാസിസ്റ്റിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അവരോട് നമ്മുടെ മിസ്റ്റേക്ക് ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴെങ്കിലും അവരോട് നമ്മളെ മിസ്റ്റേക്ക് പറഞ്ഞാൽ പിന്നീട് അവർ അത് ഉപയോഗപ്പെടുത്തും. എങ്ങനെ? വളരെ മോശമായ സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മോശമാക്കാനും നമ്മളോട് തർക്കിച്ച് ജയിക്കാനും അതേപോലെ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടിയിട്ട് ആ മിസ്റ്റേക്ക് അവർ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്ക് അവരോട് പറയാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മുടെ ബന്ധുക്കളുടെ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ മിസ്റ്റേക്ക് അവരോട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ ആയുധമാക്കി ഉപയോഗപ്പെടുത്തും. അത് പല രീതിയിൽ. ഒന്ന്, അവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ലാണ്ടാക്കും, ഐസൊലേറ്റ്, ഒറ്റപ്പെടുത്തും. അതേപോലെ അവരെ തേജോവധം ചെയ്യും. മാത്രവുമല്ല, പിന്നീട് നമ്മളൊരു ഗതികെട്ട അവസ്ഥയിൽ എത്തിയെന്ന് വിചാരിച്ചോ, ആ സമയത്ത് ഇവർ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ സഹായിക്കാൻ വരുന്ന സമയത്ത് ഈ മുമ്പ് പറഞ്ഞ പല രഹസ്യങ്ങളും ഇവർ ആയുധമായിട്ട് ഉപയോഗിച്ച് അവരെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ അകറ്റും. അതായത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയിലാക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ തെറ്റുകളോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മിസ്റ്റേക്സോ ഒന്നും ഇവരോട് പറയാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാസിസ്റ്റ്, ഇപ്പോൾ ഒരു നാസിസ്റ്റ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ വിത്തിൻ 3 മന്തിൽ തന്നെ ഏകദേശം പാർട്ട്ണറുടെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തും. എന്നാലോ ഇയാളുടെ അല്ലെങ്കിൽ ഇവളുടെ, ആരാണോ നാസിസ്റ്റ്, അവരുടെ ഒരു രഹസ്യം പുറത്ത് പറയൂല. അതിലേറ്റവും രസം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇവരുടെ ഫോണൊക്കെ പാസ്വേഡൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ കേസിലല്ല, നല്ലൊരു ശതമാനം ആൾക്കാർക്ക്. എന്നാൽ പാർട്ട്ണറുടെ ഫോണ്, ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാം ഈ വ്യക്തിയുടെ കയ്യിലായിരിക്കും, നാസിസ്റ്റായ വ്യക്തിയുടെ കയ്യിലായിരിക്കും. കംപ്ലീറ്റ് ഫോണെല്ലാം ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ ഇയാൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇവൾ അറിയാൻ പാടില്ല. ആരാണോ നാസിസ്റ്റ് അറിയാൻ പാടില്ല. നാസിസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അത് വെച്ച് ചൂഷണം ചെയ്യും, കുറ്റപ്പെടുത്തും, ഉപദ്രവിക്കും, പിന്നീട് ഒറ്റപ്പെടുത്തും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ്. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരിക്കലും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. അതായത് നമ്മുടെ ഭാഗങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മളിങ്ങനെയാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത് എന്ന രീതിയിൽ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്ക് അതൊരു രസമാണ്. മാത്രവുമല്ല, ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും പിഴവുകൾ കിട്ടാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയും ചെയ്യും, പിഴവുകൾ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ നിൽക്കണ്ട. മാത്രവുമല്ല, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർ അത് ഉൾക്കൊള്ളൂല. പ്രത്യേകിച്ച് അവർക്ക് ഡിനേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗം ഒരിക്കലും ഉൾക്കൊള്ളൂല. എന്തുകൊണ്ട്? അവർക്ക് എമ്പതി എന്ന് പറയുന്ന കാര്യമില്ല. അതായത് മറ്റുള്ളവരുടെ ഭാഗത്ത് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴായി പല ആൾക്കാരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും അവരോട് ഇമോഷണലായിട്ട് വഴക്കുണ്ടാക്കാനോ സംസാരിക്കാനോ നിൽക്കരുത്. നമ്മുടെ ദേഷ്യം, വിഷമം, സങ്കടമൊക്കെ അവർക്ക് ആയുധമാണ്. അവരെപ്പോഴും അത് ഉപയോഗിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. വഴക്കുണ്ടാക്കി നാസിസ്റ്റിനോട് ജയിച്ച ചരിത്രം വിക്ടിമിനില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ തന്ത്രപരമായി വഴക്കുണ്ടാക്കേണ്ടി വരും. അത് സൈക്കോളജിസ്റ്റുകളടക്കം പറയാറുണ്ട്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ മാത്രം ചെയ്യാം, അല്ലാത്ത ഘട്ടത്തിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ചില നാസിസ്റ്റിന് വിക്ടിമിനെ വേണമെന്നുണ്ടാവും, പക്ഷേ വിക്ടിം എന്ത് പറഞ്ഞാലും അനുസരിക്കൂല. അപ്പോൾ വിക്ടിം പറയാണ് നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം, തെറാപ്പിക്ക് പോവാം. അപ്പോൾ ഈ നാസിസ്റ്റ് പറയും ഇല്ല, ഞാൻ വരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിക്ടിമിനോട് പറയും, കുറച്ച് വഴക്കുണ്ടാക്കിയാൽ, ഇനി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകും, ഇനി ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞാൽ, ആ ഒരു ഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യും? ആ വഴക്കിൻ്റെ കാരണമായിട്ട് ഇവർ വഴങ്ങിക്കൊടുക്കും. എന്നിട്ട് കൗൺസിലിങ്ങിന് വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ഒഴികെ മറ്റൊരു ഘട്ടത്തിലും ഇവരോട് വഴക്കിനുണ്ടാക്കാൻ പോകരുത്. പണ്ടൊരു ചെല്ലുണ്ട്, ഒരു വിഡ്ഢിയോട് നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. എന്ത് പറ്റും? നമ്മൾ ആ തർക്കത്തിൽ തോക്കും. അതേപോലെ തന്നെ അവിടെ 2 വിഡ്ഢികളുണ്ടാവും, നമ്മൾ വിഡ്ഢികളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവരോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ തർക്കിക്കാൻ പോകരുത്. മറിച്ച് ഇത്തരം വിഷയങ്ങളെ ഇടപെടാൻ കഴിവുള്ള, പ്രാഗൽഭ്യമുള്ള സൈക്കോളജിസ്റ്റിൻ്റെയോ വക്കീലിൻ്റെയോ മറ്റിതര ആൾക്കാരുടെയോ സപ്പോർട്ടോടുകൂടി മാത്രം ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാം. അല്ലാതെ പക്ഷം നമ്മൾ പ്രതിയായിട്ട് മാറും, നമ്മൾ പ്രതിയായിട്ട് മാറും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ ബന്ധുക്കളുടെ കുറ്റങ്ങളോ കുറവുകളോ അവരോട് പറയരുത്. പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളുടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ, അങ്ങനെ ആരുടെയും കുറ്റം അവരോട് പറയരുത്.
പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പിന്നീട് ഒരു ഘട്ടത്തിൽ അവരെയും കൂടെ കൂട്ടി നമുക്കെതിരായിട്ട് കാര്യങ്ങൾ നീക്കും. അതായത് നമ്മളെ മാക്സിമം ഒറ്റപ്പെടുത്തും, എല്ലാവരുടെ ഇടയിലും നമ്മളെ മോശക്കാരാക്കും. അതുകൊണ്ട് തന്നെ അത്തരം അബദ്ധം ഒരിക്കലും വന്നു ചേരരുത്. ഒരിക്കലും അവരുടെ വേണ്ടപ്പെട്ടവരുടെ കുറ്റങ്ങൾ അവരോട് പറയരുത്. പ്രത്യേകിച്ച് അവരെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ഈ മോശ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഒരിക്കലും അവരോടത് പറയാൻ നിൽക്കരുത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നാർസിസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് തലവേദനയായിട്ട് മാറും. വീണ്ടും കാണാം. നന്ദി.